ഹലോ നമസ്കാരം. എൻ്റെ മലേഷ്യൻ യാത്രയെക്കുറിച്ച് പറയാം. പാക്കേജ് എടുക്കാതെ ഫാമിലി ആയിട്ടോ അല്ലാതെ പോകുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ യാത്ര 7 ദിവസവും 6 രാത്രിയുമായിരുന്നു. അത് 3 രാത്രി ലങ്കാവിയിലും 3 രാത്രി കൊലാലംപൂരുമായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. അടുത്തതായി നമ്മൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യണം. ലങ്കാവിയിൽ പാൻഡൈസനാങ് എന്ന ഏരിയയിലും കൊലാലംപൂരിൽ ബുക്കിറ്റ് ബിന്താങ് എന്ന ഏരിയയിലുമാണ് ഹോട്ടൽസ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. യാത്ര പോകുന്നതിന് 3 ദിവസത്തിനുള്ളിൽ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നു. ഇനി എൻ്റെ യാത്രയെക്കുറിച്ച് പറയാം. ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുള്ളത്. എൻ്റെ യാത്ര പൂർണ്ണമായിട്ടും ഗ്രാബ് ടാക്സി അഥവാ ഊബർ ടാക്സി, ഇവിടുത്തെ ഊബർ ടാക്സി പോലെയുള്ളതാണ്, ഗ്രാബ് ടാക്സി ഉപയോഗിച്ചായിരുന്നു. നമ്മുടെ ഫോണിൽ മസ്റ്റായിട്ട് വേണ്ടത് ഗ്രാബ് ടാക്സിയുടെ ഒരു ആപ്പ് മാത്രം മതി. പിന്നെ നമ്മളെ ഹെൽപ്പിനൊരു ഗൂഗിൾ മാപ്പും, അത് രണ്ടും മതി. അവിടെ ഇറങ്ങിയിട്ട് ഒരു മലേഷ്യൻ സിം കാർഡ് എടുത്താൽ മതി. ഫസ്റ്റ് ഡേ എൻ്റെ യാത്ര ട്രിവാൻഡ്രത്തിൽ നിന്നും കൊലാലംപൂരിലേക്കായിരുന്നു. രാവിലെ നേരത്തെ എത്തി ഒരു 4 hours കഴിഞ്ഞ് കൊലാലംപൂർ ടു ലങ്കാവി യാത്ര ചെയ്തു. അവിടെയുള്ള റിസോർട്ട്സ് വേൾഡ് ലങ്കാവി എന്നൊരു റിസോർട്ടിലായിരുന്നു സ്റ്റേ എടുത്തത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് അവിടെ എത്താം. ഫസ്റ്റ് ഡേ ഫുൾ റിസോർട്ടിൽ തന്നെ റിലാക്സ് ചെയ്യാനുണ്ടായത്. റിസോർട്ടിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. കിഡ്സിനെ എൻജോയ് ചെയ്യാൻ കിഡ്സ് സ്വിമ്മിംഗ് പൂളുണ്ട്, ഫാമിലി പൂളുണ്ട്, ഇൻഫിനിറ്റി പൂളുണ്ട്. അതിനുള്ളിൽ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഗ്രാബിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ഫുഡ് വരുത്തുകയായിരുന്നു. ഈവനിങ് 8 o'clock റിസോർട്ടിൽ തന്നെ ലൈവ് മ്യൂസിക് ഷോയും ഉണ്ട്. പിന്നീട് നമ്മൾ സെക്കൻഡ് ഡേ ലങ്കാവിയിലെ അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളത് അവിടുത്തെ സ്കൈ കേബിൾ കാറാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്നും സ്കൈ ക്യാബ് എന്ന് ഗ്രാബിൽ ഡെസ്റ്റിനേഷൻ കൊടുത്താൽ മതി. നമ്മൾ എത്തുന്നത് ഓറിയൻ്റൽ വില്ലേജ് എന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കായിരുന്നു. അവിടെ ഷോപ്പിങ്ങിനും ധാരാളം റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. പല ടിക്കറ്റ് ഓപ്ഷൻസും ഉണ്ട്. നമ്മളൊരു കോംബോ ടിക്കറ്റിൽ 89 ringgit ഒരു ടിക്കറ്റ് ഉണ്ട്. അതിൽ സ്കൈ കേബിളും സ്കൈ ബ്രിഡ്ജും, അത് രണ്ടുമാണ് മസ്റ്റ് വിസിറ്റ്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് എടുത്തു. അതിന് 89 മലേഷ്യൻ റിംഗറ്റാണ് വരുന്നത്. എന്നിട്ട് സ്കൈ കേബിളിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അത് മിഡിൽ സ്റ്റേഷനിലേക്ക് ഇറങ്ങും. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിൻ്റ്. അത് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്ന് നടന്ന് നാച്ചുർ വാക്ക് എന്നാണ് പറയുന്നത് അവർ. വ്യൂസ് എല്ലാം കണ്ട് നമുക്ക് സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാം. പിന്നെ തിരിച്ച് അതും കണ്ടതിന് ശേഷം തിരിച്ച് സ്കൈ കേബിൾ വഴി ഓറിയൻ്റൽ വില്ലേജിൽ തന്നെ എത്താം. എന്നിട്ട് അതിന് ശേഷം അവിടെ കുറച്ച് അട്രാക്ഷൻസ് ഉണ്ട്. ഈ കോംബോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്കൈ ഡോം, 3D ആർട്ട് മ്യൂസിയം. ഈ 3D ആർട്ട് മ്യൂസിയം മസ്റ്റ് വിസിറ്റാണ്. ഓറിയൻ്റൽ വില്ലേജിനെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഈഗിൾ സ്ക്വയറിലേക്കാണ് പോയത്. ഗ്രാബ് ടാക്സിയിൽ ഈഗിൾ സ്ക്വയർ എന്ന ഡെസ്റ്റിനേഷൻ കൊടുത്താൽ മതി. അവിടെ നിന്ന് ലങ്കാവിയിൽ നല്ല അടിപൊളി ഫോട്ടോസ് എല്ലാം എടുക്കാൻ കഴിയും. നെക്സ്റ്റ് ബോട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ 2 ബോട്ടിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാംഗ്രോ ടൂർ, നല്ല വ്യൂസ് എല്ലാം കാണാൻ മാംഗ്രോ ടൂർ ഓപ്ഷൻ എടുക്കായിരിക്കും നല്ലത്. ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകണമെങ്കിൽ അവർക്ക് ബീച്ചിൽ കുളിക്കാനും അവർക്ക് ലേക്കിൽ കുളിക്കാനും എല്ലാം ഐലൻഡ് ഹോപ്പിംഗ് ആണ് നല്ലത്. ഐലൻഡ് ഹോപ്പിംഗ് ടൂറിൽ അവർ 3 ഐലൻഡിലേക്കാണ് കൊണ്ടുപോവുക. ഫസ്റ്റ് ഐലൻഡിലെ ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട്.
അവിടെ അത്യാവശ്യം നടന്ന് കാണാനുള്ള ഇതുണ്ട്. അവിടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള മങ്കീസ് ഉണ്ട്, അതിനെ സൂക്ഷിക്കണം. പിന്നീട് രണ്ടാമതായിട്ട് ഒരു ഐലൻഡിലേക്ക് പോകുന്നില്ല, ബോട്ടിൽ നിന്ന് തന്നെ അവർ കൊണ്ടുവന്ന ഫുഡ് എറിഞ്ഞ് ഈഗിൾസിനെ വരുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു അത്ഭുതമാണ്. എത്രയോ ഒളിഞ്ഞു കിടക്കുന്ന ഈഗിൾസ് വന്നിട്ട് ഈ ഫുഡെല്ലാം അവർ കഴിച്ച് അവർ പറന്നു പോകും. അതിനുശേഷം അവർ ഒരു താരതമ്യേന ചെറിയ ഒരു ഐലൻഡിലേക്ക് പോയി. അവിടെയാണ് ബീച്ച് സ്വിമ്മിങ്. ഈ ഐലൻഡ് ഹോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഈ റിസോർട്ട് വേൾഡ് ലങ്കാവി എന്ന റിസോർട്ട് തന്നെയാണ്. റിസോർട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ റിസോർട്ടിൽ നിന്നും ഈവനിങ് 5 o'clock ഷട്ടിൽ ക്യാബുണ്ട് പാൻഡായ് സെനാങ്ങിലേക്ക്, അതായത് സെനാങ് ബീച്ചിലേക്ക്. അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് സെനാങ് മാളിലാണ് സ്റ്റോപ്പ് ചെയ്യുക. സെനാങ് മാൾ നമുക്ക് സോനിയേഴ്സൊക്കെ ബൈ ചെയ്യാം. ഔട്ട്സൈഡിലുള്ളതിനേക്കാളും വില കുറവ് അവിടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പുറത്തിറങ്ങി സെനാങ് ബീച്ചിലേക്ക് പോകുക. അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പാരാസൈലിങ്ങും ജെറ്റ് സ്കൈ എല്ലാം അവിടെയുണ്ട്. പിന്നീട് രാത്രി 8 മണിക്ക് അവിടെ ഒരു ഫയർ ഷോ ഉണ്ട്. 8 മണി മുതൽ കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്നതാണത്. അടുത്തത് 4ാമത്തെ ദിവസം നമ്മൾ ലങ്കാവിയിൽ നിന്നും കൊലാലംപൂരിലേക്ക് യാത്ര ചെയ്യാണ്. ബുക്കിത് ബിന്ദങ് ഏരിയയിലുള്ള അപ്പാർട്ട്മെൻറ്റിലോ ഹോട്ടലിലോ റൂം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അന്ന് ഈവനിങ് ഗ്രാബ് ടാക്സി ഉപയോഗിച്ച് KLCC പാർക്കിലേക്ക്, ആ പാർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ പെട്രോണാസ് ടിൻ ടവർ. അവിടെ തന്നെയാണ് സൂര്യ KLCC മാൾ. അവിടെ നൈറ്റ് ഒരു മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഷോ ഉണ്ട്. അവിടെ അടുത്ത് തന്നെയാണ് KLCC അക്വേറിയം വരുന്നത്. അതിനുശേഷം പിന്നെ ഡിന്നറെല്ലാം കഴിച്ചതിന് ശേഷം ഹോട്ടലിലേക്ക് റിട്ടേൺ ചെയ്യാം. അടുത്തതായി 5ാമത്തെ ദിവസം നമ്മൾ ഫുൾ ഡേ ജെൻറ്റിങ് ഹൈലാൻഡ്സ് ബാട്ടു കേവ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. രാവിലെ ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് അവാന സ്റ്റേഷൻ എന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് പോവുക. മിഡിൽ സ്റ്റേഷനായിട്ട് അവർ ചിൻസ്വി കേവ് ടെമ്പിളിൽ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം തിരിച്ചു പോയിട്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനായിട്ടുള്ള സ്കൈ അവന്യൂവിലേക്ക് പോവുക. സ്കൈ അവന്യൂ മാൾ, റീപ്ലേസ് അഡ്വഞ്ചർ ലാൻഡ് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഫസ്റ്റ് വേൾഡ് ഹോട്ടലുണ്ട്, അതിൻ്റെ ലോബിയിലേക്ക് പോകാം. സ്കൈ കാസിനോസ് ഉണ്ട്, ചൂതാട്ടത്തിൻ്റെ ഏരിയയാണ്. അവിടെ ചൂതാട്ടം ലീഗലാണ്, അത് എക്സ്പ്ലോർ ചെയ്യാം. സ്കൈ വേൾഡ്സ് ഇൻഡോർ തീം പാർക്ക് ഉണ്ട്, അതും എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം നമ്മൾ റിട്ടേൺ ബൈ കേബിൾ കാർ വരാം. അവിടുന്ന് ഗ്രാബ് ടാക്സി എടുത്ത് ബാട്ടു കേവ്സിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ബാട്ടു കേവ്സ് മസ്റ്റ് വിസിറ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതിനുശേഷം ഹോട്ടലിലേക്ക് റിട്ടേൺ ചെയ്യാം. അടുത്തതായി 6ാമത്തെ ദിവസം കൊലാലംപൂർ സിറ്റി എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് മെർഡേക്ക സ്ക്വയറിൽ പോകാം. കാണാൻ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ഭംഗിയുള്ള ഒരു സ്ഥലം. അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന സ്ഥലമാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്. പിന്നെ അവിടുന്ന് പുറകോട്ട് നടന്നു പോയാൽ ഒരു ഐ ലവ് KL എന്നൊരു ഫോട്ടോ പോയിൻ്റ് കാണാം. അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നടന്ന് പോവുക. റിവർ ഓഫ് ലൈഫ് എന്നൊരു പുഴ കാണാം. അത്ര പേർത്തല്ല, എന്നാലും അടുത്തായതുകൊണ്ട് കാണാം. അവിടെ നിന്നും സെൻട്രൽ മാർക്കറ്റ് എന്ന ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോനിയേഴ്സ് മറ്റ് ഷോപ്പിംഗ്സ് എല്ലാം നടത്താൻ പറ്റിയ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് എത്തും. അതിന് സൈഡിൽ തന്നെ കസ്തൂരി വാക്ക് എന്നൊരു വാക്ക് വേ ഉണ്ട്. അവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം പെറ്റാലിംഗ് സ്ട്രീറ്റ് അഥവാ ചൈന ടൗണിലേക്ക് പോകാം. ഇതെല്ലാം നടന്നു പോകാനുള്ളതേ ഉള്ളൂ മെർഡേക്ക സ്ക്വയറിൽ നിന്ന്. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഈവനിങ്ങിൽ
ജലാൻ അലോർ എന്ന ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകാം. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. പലതരം ഫുഡ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ലാമ്പ്, സീ ഫുഡ്, എല്ലാത്തരം ഫുഡ് ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ സ്ട്രീറ്റ് ഫുഡാണ്. അതിനുശേഷം റൂമിലേക്ക് തിരിച്ചു പോകാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് തിയാഹുൻ ടെമ്പിൾ എന്ന ഒരു ഡെസ്റ്റിനേഷൻ ഗ്രാബ് ടാക്സിയിൽ കൊടുത്തിട്ട് അവിടെ എത്താം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അത് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ ഡെസ്റ്റിനേഷൻ കൊടുക്കുക. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കുറച്ച് ഷോപ്സ് എല്ലാം കാണാം. ലിറ്റിൽ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിക്ക് ഫീൽഡ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് നമുക്ക് കാണാം. അവിടെ നിന്ന് നാഷണൽ മോസ്ക് കണ്ടതിന് ശേഷം ഇസ്താന നഗര എന്ന ഒരു പാലസ് ഉണ്ട്, അങ്ങോട്ട് പോകാം. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നല്ല ഫോട്ടോസ് എടുക്കാം. ഇനി നമുക്ക് മോണോറെയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ ബുക്കിത് ബിന്താങ്ങിലേക്ക് പോകാം. ബുക്കിത് ബിന്താങ്ങിൽ നിന്ന് ബുക്കിത് നാനാസിലേക്ക് മോണോറെയിൽ എടുക്കാം. അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു ഗ്രാബ് ടാക്സി എടുത്ത് മിനാര കൊലാലംപൂർ അഥവാ KL ടവറിലേക്ക് പോകാം. KL ടവർ എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ബുക്കിത് നാനാസിൽ നിന്ന് IMBI എന്നൊരു മോണോറെയിൽ സ്റ്റേഷനുണ്ട്, അതിലേക്ക് പോകാം. IMBI മോണോറെയിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ബർജിയ ടൈം സ്ക്വയർ എന്ന മാളിലേക്കാണ്. ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് ഷോപ്പിംഗ് ചെയ്യാം. അതിനുശേഷം ഹോട്ടലിലേക്ക് തിരിച്ചു പോയതിനു ശേഷം കോലാലംപൂർ എയർപോർട്ടിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്യാം. ഈ ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് തമിഴ് ഡ്രൈവേഴ്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ബുക്കിത് ബിന്താങ്ങിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ബുക്കിത് ബിന്താങ്ങിൽ നിന്ന് കോലാലംപൂർ എയർപോർട്ടിലേക്ക് പോകുമ്പോഴോ അവരോട് പുത്രജയ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. പുത്രജയ എന്നതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അത് പോകുന്ന വഴിയിൽ നിന്നും ഒരു 20 കിലോമീറ്റർ ഉള്ളിലേക്കാണെന്നാണ് പറഞ്ഞത്. അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചാർജ് കൊടുത്താൽ മതി. അതിനുശേഷം എയർപോർട്ടിലേക്ക് വന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാവുന്നതാണ്.